ഉച്ചയ്ക്കൊരു ബിരിയാണി കഴിച്ചതേ ഓർമ്മയുള്ളൂ. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഇതേ സൺസെറ്റായി. ട്രെയിനിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുടിയൊക്കെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് മുടിയിലെ ജടയൊക്കെ മാറ്റി ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ എന്തോ ഗഹനമായിട്ട് ചിന്തിച്ച് പുറത്തോട്ട് നോക്കിയിരിക്കുന്നത് കണ്ടത്. ബംഗാളികളുണ്ട്, അവരവരുടെ വീട്ടിലേക്ക് വന്ന് ത്രില്ലില്ലാന്ന് തോന്നുന്നു. എന്തൊക്കെയോ തുറ പറയുന്നുണ്ട്. ഇവരെന്തോ കാര്യമായിട്ട് എന്തോ മറന്നു വെച്ചാണ്. കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കുന്നുണ്ട്. രണ്ടുപേരും കൂട്ടുകാരാണെന്ന് തോന്നുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്ന ബംഗാളികൾ രണ്ടുപേരും ലുഡോ കളിക്കുന്നുണ്ട്. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കുന്നുണ്ട്. ഇവർ ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വന്ന ചേട്ടന്മാരാട്ടോ. അവരിങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ എടുത്ത് പോകും, കൊണ്ടുതരും. റോഡിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന പോലെ ട്രെയിൻ ഒരു വലിയ ബോഗി വേറൊരു വലിയ വണ്ടി ഓവർടേക്ക് ചെയ്യണം. അങ്ങനെ ഏതൊരു റെയിൽവേ സ്റ്റേഷനായി. ഞാൻ ഇറങ്ങി നോക്കി, നല്ല തിരക്കുണ്ട്. അകത്തേട്ട് തലയിട്ടപ്പോഴത്തേക്കും പൈപ്പ് ആരോ തുറന്നു വിട്ടേക്കുന്നത്. ആരാ നോക്കിയപ്പോഴത്തേക്ക് ഇതാണ്ട് ഇവന്മാർ തന്നെ. എനിക്ക് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം പുറത്തോട്ട് നോക്കിയിരുന്നു. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. നല്ലൊരു ഫ്രെയിമായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ യാത്ര കഴിഞ്ഞു. നേരെ ചേച്ചീൻ്റെ വീട്ടിൽ ഫ്ലാറ്റിൽ ചെന്നു. ഒരു ചായയൊക്കെ ഇട്ട് പിടിച്ച് സൺസെറ്റൊക്കെ ആസ്വദിച്ച് നൈസായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.